റാലിയെങ്കിൽ ആദ്യമായിട്ട് കോഡ്രോ സിസ്റ്റത്തെ, അതായത് 4 വീൽ ഡ്രൈവ് സിസ്റ്റത്തെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഡി ആയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. നമ്മളുടെ കൂടെയുള്ളത് ഏറ്റവും പുതിയ RS-Q8 ആണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് ഓഡി RS-Q8. QSൻ്റെ RS വേർഷനാണ്. RS എന്ന് പറഞ്ഞാൽ റൺ സ്പോർട്ട്, അതായത് ഇവരെ റാലി സ്പോർട്ടെന്നോ അല്ലെങ്കിൽ റാലി സ്പെസിഫിക് എന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡലാണ് എന്നുള്ളത് ചുരുക്കം. ഇതിൻ്റെ ഏറ്റവും പുതിയ ഫേസിന് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇൻ്റർനാഷണൽ മോഡൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന മോഡലായിട്ട് കുറച്ച് ചേഞ്ചുകളുണ്ട്, അതുപോലെ തന്നെ കുറേ സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ആദ്യം തന്നെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു റെഡ് കളർ വണ്ടിയാണ്. 8ഓളം കളർ ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് തീം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അത് കുറച്ചുകൂടി ഒരു അഗ്രസീവ് ലുക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗം കാണാം. ശരിക്കും ഒരു ഹണി കോപ്പിൻ്റെ വലിയ ഗ്രിൽ പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡാസിൻ്റെ കാര്യം ഇവിടെ നമുക്ക് കാണാം. അത് ക്യാമറ ആയിട്ടും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓഡിയുടെ ലോഗോ, അതൊരു വ്യത്യസ്തമായിട്ടുള്ള, സാധാരണ രീതിയിൽ ഒരു ക്രോം എലമെൻറ്റിലൊക്കെ കൊടുത്തിട്ടാണ്, അത് മാറ്റിയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രേ കളറൊക്കെ കൊടുത്തിട്ടാണ് ഓഡിയുടെ ലോഗോ വന്നിട്ടുള്ളത്. 2 അഡാസ് ഫംഗ്ഷൻസ് കാണാം. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ സപ്പോർട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ഈ ഒരു ലിപ്പ് ഭാഗത ഇതും ഒരു ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഭാഗം റെഡും ഇവിടെ നിന്ന് അങ്ങോട്ട് പിയാനോ ബ്ലാക്ക് എലമെൻറ്റും. അതുപോലെ ഇവിടെയും ഇത് ഓപ്പണാണ്. പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇവിടെ ശരിക്കും ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഒരു കാർബൺ ഫൈബർ ഓപ്ഷൻ വരും. അത് ആ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അത് സൈഡ് വ്യൂ മിററിനകത്തും വരാറുണ്ട്. ഇതിനകത്ത് ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. അതിനകത്ത് DRL കൊടുത്തിട്ടുണ്ട്. 2 പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഹൈ ബീമും ലോ ബീമും. അതുപോലെ ഈ DRL ഉണ്ടോ, ഇവിടെ വരെ കത്തുന്നു, ഇത് കത്തുന്നില്ല, ഇത് കത്തുന്നു, ഇത് കത്തുന്നില്ല, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ അതിലും കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഫീൽ ചെയ്യുന്നത് ഇവിടെ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് ആണ്. അതായത് ഈ ഒരു ഹുഡ് ക്ലോസ് ചെയ്യുന്ന ഈ ഒരു ലൈന്, ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ശരിക്കും ഒരു ബോഡി ക്യാരക്ടർ ലൈന് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇവിടെയും നമുക്ക് ധാരാളം ബോഡി ക്യാരക്ടർ ലൈനുകളൊക്കെ കാണാമല്ലേ. മൊത്തത്തിൽ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണല്ലേ. ശരിക്കും ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ലുക്ക്. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മളിതുവരെ കണ്ട് ശീലിച്ചിരുന്ന ഒരു വ്യത്യാസം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു RS-Q8ൻ്റെ ബാഡ്ജിങ് ഉണ്ടാവാറുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം കാണാനില്ല. ഇത് ക്ലോസ് ആട്ടാ, ഇവിടെയാണ് ഓപ്പൺ ആയിട്ട് വന്നുള്ളത്. RS-Q8ൻ്റെ ബാഡ്ജിങ് എവിടെ പോയി എന്നുള്ളത് നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യണം. സൈഡിലേക്ക് വരാം. 23 ഇഞ്ച് വീലുകളാണ് വന്നുള്ളത്. അതിനകത്ത് നല്ല രസകരമായിട്ടുള്ളൊരു ഇതൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓഡിയുടെ തന്നെ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സും കാണാം. വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ഫെസിലിറ്റിയാണ് ഇതിനകത്ത് വന്നുള്ളത്. 295/35 ആണ് ടയർ വരുന്നത്. നൈസ്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ ബോഡി കളേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. സൈഡ് വ്യൂ മിറർ, അതിനകത്തൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ അഡാസിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നുള്ളത്. ഇൻട്രസ്റ്റിംഗ്. വൈപ്പേഴ്സ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഡോർ ഹാൻഡിൽസ് വിത്ത് റിക്കോ സെൻസറാണ്. 4 ഭാഗത്തും റിക്കോ സെൻസർ വന്നിട്ടുണ്ട്. അത് ബോഡി കളേർഡായിട്ടും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതാണ് കേട്ടോ സൈഡ് പ്രൊഫൈൽ വരുന്നത്. നൈസ്. ആ ഒരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. സൂപ്പർ. ബാക്കിലത്തെ വീലും കാണാം. 2 തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ടയറിൻ്റെ സൈസിൻ്റെ കാര്യത്തിലല്ല, ബ്രേക്കിൻ്റെ വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരാം. ഒരു സെക്സി റിയർ പ്രൊഫൈൽ ഈ വാഹനത്തിനകത്തുണ്ട്. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. RS-Q8 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇതിലേക്ക് കയറി നിൽക്കലുണ്ടായിരുന്നു തോന്നുന്നില്ലേ പണ്ട്. ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഫേക്ക് വെൻ്റാണ്, അതായത് ഒരു ഡിസൈൻ എലമെൻറ്റ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. ടെയിൽ ലാമ്പ് ഇവിടെ കാണാം. ഓഡിയുടെ ലോഗോ ഇവിടെയും ഒരു ബ്ലാക്ക് കളറിനകത്താണ് കൊടുത്തേക്കുന്നത്. എക്സോസ് പൈപ്പ് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 എക്സോസ് ഇതിനകത്ത് കാണാം. ഡിഫ്യൂസർ ഒരു ഫേക്ക് കൈൻഡ് ഓഫ് ഡിഫ്യൂസറാണ്. ഇവിടെ ഒരു റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട ഒരു ഹണി കോം ഡിസൈൻ ഇവിടെയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് എന്ന് മാത്രം. ഇൻട്രസ്റ്റിംഗ്. റിയർ വൈപ്പർ യൂണിറ്റ് കാണാം. സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഇനി ബൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഏറെക്കുറെ 600 ലിറ്ററോളം ബൂട്ട് കപ്പാസിറ്റി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. നൈസ് സ്പേസ് അല്ലേ, നോക്കൂ. ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ലാമ്പ് കൊടുത്തേക്ക് നോക്കിയാൽ ഒരു വെറൈറ്റി ലാമ്പിങ് സിസ്റ്റം. നെറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ സസ്പെൻഷന് പൊക്കാനും താഴ്ത്താനും ഒക്കെ ഇതിവിടെ നമ്മളെ സഹായിക്കും. ഇതിനകത്തൊരു മെറ്റീരിയലൊക്കെ നല്ല ഭംഗിയുണ്ട്. കൂപ്പയല്ലല്ലോ. ഓക്കെ. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലോസ് ചെയ്യുന്ന തരത്തിലാണ് അതും ക്രമീകരിച്ചുള്ളത്. നൈസ്. അകത്തേക്ക് പോവാം. റിക്കോ സെൻസർ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഒരു ഫ്രെയിംലെസ് വിൻഡോസാണ് വന്നിട്ടുള്ളത്. ഫ്രെയിമില്ല. താഴ്ത്തി കഴിഞ്ഞാൽ ആ പകുതി ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഡോർ ഹാൻഡിൽസിൻ്റെ ഭാഗത്തൊക്കെ ഒരു അൽക്കണ്ടാറ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അൽക്കണ്ടാറ മെറ്റീരിയലിൻ്റെ ഒരു സോഫ്റ്റ് ടച്ച്. ഇതൊരു ലെതർ മെറ്റീരിയലാണ്.
അതിനകത്ത് സ്റ്റിച്ചിങ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ഈ അകത്തേക്ക് വരുന്ന സമയത്തുള്ള സ്റ്റിച്ചിങ്ങുകളൊക്കെ റെഡാണ്. ഇവിടെ നമുക്ക് കാണുന്നത് റെഡല്ല, ഒരു വ്യത്യസ്ത തരം മെറ്റീരിയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ്, ഡോർ ലോക്ക്, മെമ്മറി ഫങ്ഷൻസ്, ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗം കാണാം, മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലെതർ കവേർഡ് മെറ്റീരിയൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. RSQ8 എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഉണ്ടല്ലോ ബാക്കിൽ പറഞ്ഞത്. RSQ8 ഈ റെഡ് മാറിയിരിക്കുന്നത് ഇവിടെ ശരിക്കും ആറിനകത്തേക്ക് കയറിയിട്ടാണ് ആ റെഡ് നിൽക്കുന്നതെന്ന് പറയാം. അതുപോലെ ഇവിടെയും നോക്കൂ, OD RSQ8 എന്ന് പറഞ്ഞൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് B പില്ലറിൻ്റെ ഭാഗത്ത്. അത് ആ ഒരു പിയാനോ ബ്ലാക്കിനകത്ത് B പില്ലറിനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സീറ്റിലേക്ക് വരാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ റെഡിനകത്ത് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ RS എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെ കാണാം. സ്പോർട്ടിയർ സീറ്റാണ്, കപ്പ് സീറ്റാണ്. അതുപോലെ തന്നെ ഹെഡ്റസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, അത് ആ ഒരു പെർഫോമൻസ് സീറ്റ് പോലെ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ആ പിയാനോ ബ്ലാക്ക് ഇങ്ങോട്ടും കയറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കയറിയിട്ട് വാതിലടച്ചപ്പം ഞാനിപ്പം ഒരു എന്താ പറയുക, ഒരു കുക്കൂണിനകത്തായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ പുറത്തത്തെ സൗണ്ടുകളൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ഇതിനകത്തേക്ക് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. അതിനകത്ത് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ സ്പീഡോമീറ്ററും RPM മീറ്ററൊക്കെ കാണിച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. 1 2 3 4 സാധാരണ ഒരു സർക്കിൾ കാണിക്കുന്ന വ്യത്യാസം എനിക്കൊന്നും അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും ഇവിടെ. ഉണ്ടോ, ചേഞ്ച് ചെയ്യാം. നൈസ്. ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് അത് ഡാഷ്ബോർഡ് മൊത്തം ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. കോഡ്രോ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം, ഓൾ വീൽ ഡ്രൈവ് ആണ്. നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിയർ വീലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ക്ലസ്റ്റർ ഇതാണ്. അതിനകത്ത് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തൊരു ഗേജ് പോലെ കാണിക്കുന്നുണ്ട്. ഫ്യൂലും ഗേജാണ്. അത് ആ ഒരു ഡിജിറ്റലിൻ്റെ ഭാഗമല്ല, പക്ഷേ സ്റ്റിൽ അത് ഡിജിറ്റലായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കാണാം. ടെലിഫോൺ, മീഡിയ ഒക്കെ സെലക്ട് ചെയ്യാം. ഓഡിയുടെ തനതായിട്ടുള്ളതാണ്, അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ പറയാനില്ല. സെക്കൻഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഡിക്കകത്ത് 2 ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ക്യാമറ വ്യൂ ഞാനൊന്ന് ഇനാബിൾ ചെയ്യാണ്. നോക്കൂ, കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ കളറും ഡിഫറെൻ്റ് ആണ്. ഇത് പാർക്ക് അസിസ്റ്റിൻ്റെ ബട്ടണാണ്. അതുപോലെ ഈ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് അസിസ്റ്റിൻ്റെ ബട്ടണാണ്. സ്പീഡ് വാർണിംഗ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ഫാറ്റിഗ് വാർണിംഗ്, ഡിസ്ട്രാക്ഷൻ വാർണിംഗ്, അതൊക്കെ ഈ അഡാസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ AC കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈസ്. ഒരു ലൈറ്റ് ഇഷ്യൂ ചെറുതായിട്ട് വരുന്നുണ്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കാണാം. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ട്രാൻസ്മിഷൻ വരുന്നത്. പാർക്ക് ബ്രേക്കും ഓട്ടോ ഐഡിയലിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ കപ്പ് ഹോൾഡറും നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നൈസ്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം. ചെറിയ കപ്പ് ഹോൾഡറാണ്, സ്റ്റിൽ നമ്മൾ പർപ്പസ് മീറ്റ് ചെയ്യും എന്നുള്ളതാണ്. സീറ്റൊക്കെ കൊള്ളാം അല്ലേ, കംഫർട്ടബിളാണ്. വെൻറ്റിലേറ്റഡ് ആട്ടോ സീറ്റ്. 2 സീറ്റും വെൻറ്റിലേറ്റഡാണ്. അതിൻ്റെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ടച്ചിനകത്താണ് വരുന്നത്. ആസ് ഓൾവേസ് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദിസ്. വീണ്ടും പറയുകയാണ്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. ഒരു റൗണ്ട് ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു D ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഇതിലൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സ്റ്റിച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ അൽക്കണ്ടാറ മെറ്റീരിയലാണ്. സാധാരണഗതിയിൽ ലെതറാണ് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം ഇവിടെ അൽക്കണ്ടാറ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വെറ്റനിങ് കുറച്ച് കുറയും എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. നൈസ്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വ്യൂ ഉണ്ടോ, വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്, നൈസ്. 5% കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ ഫുള്ളി ലെതറാണ്. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ഓഡി വാഹനങ്ങൾ നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഗംഭീരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ലാമ്പും മിററും കാണാം. ഒരു പാനറമിക് സൺറൂഫ് ഉണ്ട്. നൈസ്. അതുപോലെ തന്നെ നോക്കിയാൽ ഇതുപോലൊക്കെ ഒരു റെഡ് എലമെൻറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ടല്ലേ. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയലാണ്. അതൊരു 3D പോലെ ടച്ചൊക്കെ ആവട്ടോ. മീൻസ് ഒരു ഇതേപോലെ ഒരു പ്ലെയിൻ അല്ല എന്നർത്ഥം. ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം കണ്ടില്ലേ. ഇത് ഗ്ലോ ബോക്സ്. നൈസ്. നല്ല ഡ്രൈവ് പൊസിഷനാണ് കേട്ടോ, എനിക്കിഷ്ടമായി. ഇനി ഇത് ആംബ്രസ്റ്റിനകത്തും അൽക്കണ്ടാറ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് വേർക്കുന്ന പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് വരില്ല. ഒരു പരിധി വരെ സോർട്ട് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് കൊടുത്തതിന് ബാക്കിലേക്ക് നീക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആക്റ്റീവായിട്ട് വരും. ഇതിൻ്റെ താഴ്ഭാഗത്തും ചെറിയ സ്റ്റോറേജ് സ്പേസും വയർലെസ് ചാർജിങ് പോർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ്. മൊത്തത്തിൽ അടിപൊളിയാണ് സംഭവം. ഇനി ബാക്ക് സീറ്റിലേക്ക് വരാം. ഇവിടെ ഫ്യൂല് ഫില്ല് ചെയ്യാം. യെസ്. ഇവിടെ മറ്റേ സാധനം ഉണ്ടോ നോക്കിയതാ, ഇല്ല. ഓക്കെ, ഓപ്പൺ ചെയ്യാം.
ബ്ലാക്ക് തീമാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സീറ്റിൻ്റെ പൊസിഷൻ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇരുന്ന് നോക്കാം. അതിന് മുമ്പ് ഇവിടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ റെഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പുറത്തേൻ്റെ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം, അപ്പുറത്തെ വിൻഡോൻ്റെ. അത് അതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ടാവും അതിൻ്റെ കൺട്രോൾ എന്നുള്ളതാണ്. ഇനി നോക്കിയാൽ ആഷ്ട്രൈ ഓഡി ബ്രില്യൻസ് സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഓക്കെ, ഇവിടെയൊക്കെ നോക്കൂ റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് വെൻറ്റിലേറ്റഡ് സീറ്റ് അല്ല കേട്ടോ. ഇത് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത് ഇവിടെയാണോ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും നമുക്ക് റിക്ലൈൻ ചെയ്യാം. അതിപ്പോൾ ഇത്രയും ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? RS എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇരുന്ന് നോക്കാം കേട്ടോ ഒരു മിനിറ്റ്, എന്നിട്ട് ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറയാം. ലെഗ് റൂം നല്ലോണം ഉണ്ട്, അതിന് ഒന്നും കുറ്റം പറയാനില്ല. ഒരു 10 വിരലിൽ കൂടുതൽ ഗ്യാപ്പ് ലെഗ് റൂം ആയിട്ടുണ്ട്. ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഒഴിവാക്കിയിട്ട് ലെതറിൻ്റെ കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ഇതൊരു സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ ഇമ്പ്രൂവ് ആകാമായിരുന്നു തോന്നി. കാരണം ഒരു തിളങ്ങ് ഇങ്ങോട്ട് വരുന്ന ആ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ക്വാളിറ്റി പ്രോബ്ലം പോലെ എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. തൈ സപ്പോർട്ട് ഉണ്ട്, ഇരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പുറത്തുനിന്ന് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. പക്ഷേ ഓക്കെയാണ്, ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു 4 വിരൽ ഗ്യാപ്പ് ഹെഡ് റൂം എനിക്ക് ഇവിടെയുണ്ട്. സോ ആവശ്യത്തിന് ഹെഡ് റൂമും ആവശ്യത്തിന് ലെഗ് റൂമും ഉണ്ട്. അപ്പ് സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഡൗട്ട് തോന്നുക. ആ സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ടിൽ നോക്കൂ, അടിപൊളി ഇൻറ്റീരിയർ അല്ലേ. പക്ഷേ ഓടിയുടെ തന്നെ DNA കേട്ടോ, വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC അതുപോലത്തെ അതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ടണൽ അങ്ങനെ വലിയ സെൻട്രൽ ടണലൊന്നുമില്ല, പ്ലെയിൻ ആണ്. സോ കുഴപ്പമില്ല. 3 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. 4മതൊരാൾ ഇരിക്കുന്നത് കുറച്ചുകൂടി കൺജസ്റ്റഡ് ആക്കുമെന്ന് തോന്നി. ആംബ്രസ്റ്റ് കാണാം. ആംബ്രസ്റ്റിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന തരത്തിലുള്ള കപ്പ് ഹോൾഡേഴ്സാണ്. റീഡിങ് ലാമ്പും കാര്യങ്ങളൊക്കെ ബാക്കിൽ കാണാം. നല്ല നൈസാണല്ലേ സംഭവം, കൊള്ളാം. ഇനി നമ്മൾ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിവിടെ ചെറിയൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു 4 ലിറ്റർ V8 എഞ്ചിനാണ്. 650 ഹോഴ്സ് പവറും 850 Nm ടോർക്കുമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 0 to 100 3.6 സെക്കൻഡ് കൊണ്ട് എത്താൻ പറ്റും എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ ഇതിനൊരു ക്വാഡ്രോ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഈ ക്വാഡ്രോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വീലിലേക്ക് 60% പവറും ഫ്രണ്ട് വീലിലേക്ക് 40% പവറാണ് കൊടുക്കുന്നത്. അത് ഫ്രണ്ട് വീലിലേക്ക് 75% വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, ബാക്ക് വീലിലേക്ക് 85% വരെയും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. അങ്ങനെ ഒരു ഓപ്ഷനും ഈ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ വില എത്രയാണെന്നുള്ളതല്ലേ അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഇതിനകത്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും കൂടി പറയാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് സ്പോർട്ട് ഡിഫറൻഷ്യൽ. ഇനി റോൾ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതായത് വാഹനം വളരെ വേഗത്തിൽ പോകുന്ന സമയത്ത് ബോഡി റോളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് അഡാപ്റ്റീവ് സസ്പെൻഷനാണ്. നമ്മൾ ബാക്ക് കാണിച്ച സമയത്ത് പറയില്ലേ, അപ്പ് ചെയ്യാനും താഴ്ത്താനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫെസിലിറ്റി കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. 2,49,00,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. Audi RS Q8 പെർഫോമൻസ് എന്ന് പറയുന്ന ഒറ്റ വേരിയൻ്റ് ആയിട്ട് മാത്രമാണ് ഇത് ഇന്ത്യയിലുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് RS Q8? വേറൊരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ മിസ്സാക്കാൻ നിൽക്കേണ്ട. ഇതിൻ്റെ പ്ലാറ്റ്ഫോം ലംബോർഗിനിയുടെ സെയിം, അതായത് ലംബോർഗിനി ഉറൂസിൻ്റെ സെയിം പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതും ഒരു സവിശേഷതയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.